10ാം ക്ലാസ് ഗണിതശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. അധ്യായം 2 വൃത്തങ്ങൾ 55-ാമത്തെ പേജിലെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ചിത്രത്തിൽ എ ബി സി ഡി ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. എ പി സി ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വൃത്തം തന്നിട്ടുണ്ട്. വൃത്തത്തിൽ 2 ഞാണുകൾ തന്നിട്ടുണ്ട്. സി ഡി എന്ന ഞാണം, എ ബി എന്ന ഞാണം. അപ്പോൾ അവിടെ 2 ചാപങ്ങളുണ്ട്. എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും. അപ്പോൾ ഈ എ പി സി എന്ന ചാപവും ബി ക്യു ഡി എന്ന ചാപവും ചേർത്ത് വെച്ചാൽ ചിത്രത്തിൻ്റെ പകുതിയാകും, വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ, വൃത്തത്തിൻ്റെ പകുതി എന്ന് പറയുമ്പം ഒരു അർദ്ധവൃത്തം, പകുതി വൃത്തം, പകുതി വൃത്തം, ഫുൾ വൃത്തത്തിൻ്റെ പകുതി വൃത്തത്തിലെ പകുതി വൃത്തം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയാണ്. അർദ്ധവൃത്തം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ചാപം എ പി സിയുടെ കേന്ദ്രകോണും ചാപം ബി ക്യു ഡിയുടെ കേന്ദ്രകോണും കൂടെ ചേർന്നാൽ 180 ഡിഗ്രി ആകും എന്ന് തെളിയിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ചാപം എ പി സിയുടെ കേന്ദ്രകോൺ വരച്ചിട്ടുണ്ട്. എയിൽ നിന്നും സിയിൽ നിന്നും കേന്ദ്രകോൺ വരച്ചു. അപ്പോൾ അതിന് വൈ എന്ന് പേര് കൊടുത്തു. ചാപം ബി ക്യു ഡിയുടെ കേന്ദ്രകോൺ വരച്ചിട്ടുണ്ട്. ബിയും ഡിയും ഇങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ച് വരച്ചു. അതിന് എക്സ് എന്ന് പേര് കൊടുത്തു. അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. 180 ഡിഗ്രി എന്ന് തെളിയിക്കണം. അതിന് ഇനി നമ്മൾ നോക്കുക. നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇവ പരസ്പരം ലംബങ്ങളാണെന്ന്. അതായത് എ ബിയും സി ഡിയും ലംബങ്ങളാണെന്ന്. ലംബം എന്ന് പറയുമ്പോൾ ഈ 4 കോണും 90 ഡിഗ്രി വീതം വരും. അപ്പോൾ ഈ കോണും 90 ഡിഗ്രി ആണല്ലോ. ഇനി നമ്മൾ ഈ ത്രികോണം മാത്രം നോക്കുക. അതായത് ഇവിടെ എം എന്ന് പേര് കൊടുക്കാം. ത്രികോണം എ എം ഡി ഒന്ന് പരിഗണിച്ച് നോക്കിക്കുക. ഈ കോൺ 90 ഡിഗ്രി അല്ലേ. ഇനി ഇവിടെ എയും ഡിയും യോജിപ്പിക്കുന്നു. എയും ഡിയും യോജിപ്പിച്ചാൽ ഇവിടെ നമുക്കൊരു കോൺ കിട്ടുന്നുണ്ട്. ഈ കോൺ എ ഡി സി. ഈ കോൺ എ ഡി സിയുടെ പ്രത്യേകത എന്താ? എയും സിയും എയിൽ നിന്നും സിയിൽ നിന്നും മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത്. അതായത് ഈ ചാപം എ പി സിയുടെ മറുചാപത്തിലുണ്ടാകുന്ന കോണാണ് അല്ലേ. അപ്പോൾ ഈ കോൺ എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രകോണിൻ്റെ അളവിൻ്റെ പകുതി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രകോൺ വൈ അല്ലേ. അപ്പോൾ ഇത് y/2 ആയിരിക്കും. ഇനി കോൺ ബി എ ഡി നോക്കിക്കേ. കോൺ ബി എ ഡി എന്ന് പറയുമ്പോൾ ബി ക്യു ഡി എന്ന ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണല്ലേ. അപ്പോൾ അത് ബി ക്യു ഡിയുടെ കേന്ദ്രകോണായ എക്സിൻ്റെ പകുതി x/2 ആയിരിക്കുമല്ലോ. കോൺ ഇത്രയേ ഉള്ളൂ. കോൺ ബി എ ഡി എന്ന് പറയുന്നത് x/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ത്രികോണം എ എം ഡി. ത്രികോണം എ എം ഡിയിൽ ഈ കോൺ 90 ഡിഗ്രിയാണ്. ഈ കോൺ x/2 ആണ്, ഈ കോൺ y/2 ആണ്. അപ്പോൾ 90 + x/2 + y/2. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ x/2 + y/2 മാത്രം എടുത്താലോ? ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് 90 + 90 ആണല്ലോ 180. അപ്പോൾ x/2 + y/2 മാത്രം എടുത്താൽ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. കോൺ ബി ഒ ഡി സമം എക്സ് എന്നും കോൺ എ ഒ സി സമം വൈ എന്നും കരുതുക. ത്രികോണം എ എം ഡിയിൽ കോൺ എം എ ഡി സമം x/2 ബി ക്യു ഡി എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി. കോൺ എ ഡി എം സമം y/2 y/2.
APC എന്ന ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതി. ഇനി കോൺ AMD എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം ABയും CDയും പരസ്പരം ലംബങ്ങളാണ്. അപ്പോൾ കോൺ AMD സമം 90 ഡിഗ്രി, ABയും CDയും പരസ്പരം ലംബമായതുകൊണ്ട്. അപ്പോൾ ത്രികോണത്തിലെ 3 കോണുകൾ കോൺ AMD പ്ലസ് കോൺ MAD പ്ലസ് കോൺ ADM സമം 180 ഡിഗ്രി. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. ഇനി കോൺ MADയുടെ സ്ഥാനത്ത് AMDയുടെ സ്ഥാനത്ത് 90 ഡിഗ്രി എന്നെഴുതി, കോൺ MADക്ക് വരെ x/2 എന്നെഴുതി, കോൺ ADMന് വരെ y/2 എന്നെഴുതി. അപ്പോൾ 90 പ്ലസ് x/2 പ്ലസ് y/2 സമം 180 ഡിഗ്രി. x/2 പ്ലസ് y/2 സമം 180 മൈനസ് 90. 90 സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 180 90 പോയാൽ 90 ഡിഗ്രി. ഈ x/2 പ്ലസ് y/2 എന്നുള്ളത് x പ്ലസ് y ഒരുമിച്ച് എഴുതി ഹോൾ/2 എന്ന് എഴുതി = 90 ഡിഗ്രി. ഇനി x പ്ലസ് y = എന്ത് വരും? ഈ 90 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 90 × 2 എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. അതായത് ചാപം BQDയുടെ കേന്ദ്രകോണും ചാപം APCയുടെ കേന്ദ്രകോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇതിൽ നിന്ന് നമുക്ക് APC BQD എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയുന്നു. ക്വസ്റ്റ്യൻ: ചിത്രത്തിൽ ABCD എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായ വൃത്തത്തിലാണ്. AC BD എന്നീ വരകൾ നീട്ടിയത് Pയിൽ കൂട്ടിമുട്ടുന്നു. AD BC എന്നീ വരകൾ Qവിൽ മുറിച്ച് കടക്കുന്നു. AB എന്ന ചെറിയ ചാപം Oയിലുണ്ടാക്കുന്ന കോൺ Pയിലും Qവിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിലെ ഒരു ചാപമാണ് AB എന്ന ചാപം Oയിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് Qവിലൊരു കോൺ ഉണ്ടാക്കുന്നുണ്ട്. അതേ ചാപത്തിൻ്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് വരയ്ക്കുന്ന മറ്റൊരു കോണാണ് ഇത്. അപ്പോൾ ഈ 2 കോണുകളുടെ അളവുകളുടെ തുകയാണ് ഈ കോൺ എന്ന് തെളിയിക്കണം. അപ്പോൾ നമുക്കിവിടെ കോൺ AOBക്ക് പകരം 2x എന്നെടുക്കാം. ഇവിടെ നമ്മൾ കോൺ AOBക്ക് 2x എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ചാപം മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണുകളാണ് കോൺ ACBയും കോൺ ADBയും. അപ്പോൾ 2xൻ്റെ പകുതിയായ x വീതം വരുന്നു കോൺ ADB ആൻഡ് കോൺ ACB. കോൺ ACBയും കോൺ ADBയും. അപ്പോൾ കോൺ AOB സമം 2x ആയാൽ കോൺ ACB സമം കോൺ ADB സമം x ആയിരിക്കും. കാരണം AB എന്ന ചാപം മറുചാപത്തിലുണ്ടാക്കുന്ന കോണുകളാണ് കോൺ ACBയും കോൺ ADBയും. അതുകൊണ്ട് കേന്ദ്രകോണായ കോൺ AOB സമം 2xൻ്റെ പകുതിയാണ് കോൺ ACBയും കോൺ ADBയും. കോൺ ACB പ്ലസ് കോൺ PCB എന്ന് പറയുന്നത് 180 വരും. കാരണം ഇത് രണ്ടും കൂടെ രേഖീയ ജോഡികളാണ്. ഒരു രേഖയുടെ അപ്പുറം ഇപ്പുറമുള്ള കോണുകളാണ്. ഇത് രണ്ടും രേഖീയ ജോഡികളാണ്. ഇവിടെ തുക 180 വരും. കോൺ ACB പ്ലസ് കോൺ PCB സമം 180 ഡിഗ്രി. അതുകൊണ്ട് കോൺ PCB സമം 180 മൈനസ് കോൺ ACB. കോൺ ACB എന്ന് പറയുമ്പോൾ x ആണ്. 180 മൈനസ് x. അതുപോലെ തന്നെ കോൺ ADB പ്ലസ് കോൺ ADP അല്ലെങ്കിൽ കോൺ PDA സമം 180 ഡിഗ്രി. കോൺ BDA പ്ലസ് കോൺ PDA സമം 180. അതുകൊണ്ട് കോൺ BDA സമം 180 മൈനസ് കോൺ BDA എന്ന് പറയുന്നത് x ആണ്. 180 മൈനസ് x. ഒരു ചതുർഭുജത്തിലെ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ചതുർഭുജം PQDC, ചതുർഭുജം PCQD, ചതുർഭുജം PDQC അല്ലെങ്കിൽ PDQC, ചതുർഭുജം PDQCയിൽ കോണുകളുടെ അളവുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. അതായത് കോൺ DQC എന്ന് പറയുമ്പോൾ ഈ കോൺ വരും. കോൺ DQC പ്ലസ് കോൺ QCP പ്ലസ് കോൺ CPD പ്ലസ് കോൺ PDQ, ഈ 4 കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രി വരും. ഇതിൽ കോൺ QCP എന്ന് പറയുന്നത് 180 മൈനസ് x ആണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺ QDPയും 180 മൈനസ് x ആണ്. അപ്പോൾ കോൺ QCPക്ക് വരും 180 മൈനസ് x എന്നെഴുതി. കോൺ PDQവിന് വരവും 180 മൈനസ് x എന്ന് എഴുതി.
ബാക്കി 2 കോണുകൾ അതുപോലെ തന്നെ എഴുതി. ഇനി ഈ 180 കൂടിയാൽ 360, ഇപ്പുറത്ത് 360, 360 ക്യാൻസലായി പോകും. -എക്സും -എക്സും സമത്തിനപ്പുറം പോകുമ്പം എക്സ് പ്ലസ് എക്സ് എന്നാകുന്നു, അത് 2x. ഇനി കോൺ DQC പ്ലസ് കോൺ CPD സമം 2x എന്ന് കിട്ടുന്നു. ഇനി നോക്കുക, കോൺ DQC ഇതാണ് കോൺ DQC. അതിൻ്റെ എതിർക്കോണാണ് കോൺ AQB. കോൺ AQB, അതുകൊണ്ട് എതിർക്കോണുകൾ തുല്യമായതുകൊണ്ട് ഈ കോണിൻ്റെ അളവ് തന്നെയായിരിക്കും ഇതിന് വരിക. കോൺ DQC പ്ലസ് കോൺ CPD സമം 2x എന്നുള്ളത് സമവാക്യം 1 എടുക്കാം. ഇനി കോൺ AQB കോൺ DQCയും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. എതിർക്കോണുകളാണ്. കോൺ AQBയും കോൺ CQDയും തുല്യമാണ് എതിർക്കോണുകളായതുകൊണ്ട്. അപ്പോൾ കോൺ AQB സമം കോൺ DQC എതിർക്കോണുകൾ. അതുകൊണ്ട് ഈ സമവാക്യം 1 എന്ന് പറയുന്ന എന്തായിട്ട് മാറുന്നു? DQCക്ക് പകരം AQB എന്ന് എഴുതുന്നു. കോൺ AQB പ്ലസ് കോൺ CPD സമം 2x. ഈ 2x തന്നെയാണ് കോൺ AOB. കോൺ AOB എന്ന് പറയുമ്പോൾ AB എന്ന ചെറിയ ചാപം ഓയിലുണ്ടാക്കുന്ന കോണാണ്. കോൺ AQB എന്ന് പറയുമ്പം AB എന്ന ചാപം ക്യൂവിലുണ്ടാക്കുന്ന കോണാണ്. അതുപോലെ തന്നെ AB എന്ന ചാപം പിയിലുണ്ടാക്കുന്ന കോണാണ് കോൺ CPD. അപ്പോൾ പിയിലും ക്യൂവിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണ് എന്ന് കിട്ടുന്നു.